ശരിക്കും സുരേഷ് ഗോപി ആരാണ്? കേന്ദ്രമന്ത്രിയോ അതോ രാഷ്ട്രീയ നേതാവോ? ഇനി അതുമല്ല സിനിമാ താരം മാത്രമോ? ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കൾ പലരും പറയുന്നത് സുരേഷ് ഗോപി സിനിമാ താരമാണെന്നാണ്. കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയും തൃശൂരിലെ എം.പിയുമാണ് സുരേഷ് ഗോപി. പക്ഷേ ചില നേരങ്ങളിൽ അദ്ദേഹം വെറും സിനിമാക്കാരനായി മാറും. അപ്പോൾ അദ്ദേഹത്തോട് പൊതുവായ വിഷയങ്ങളൊന്നും ചോദിക്കരുത്. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അത് തന്നെ. അദ്ദേഹം വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടുകാരനാകും. ക്ഷേത്രത്തിൽ നിന്നും വരികയാണെങ്കിൽ ഒരു ഭക്തനായി കാണണം. ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നതെങ്കിലും അദ്ദേഹത്തെ മന്ത്രിയായി പരിഗണിക്കാം. പൂരപ്പറമ്പിലാണെങ്കിൽ പൂരപ്രമാണിയായിരിക്കണം. ഇതൊക്കെയാണ് ബി.ജെ.പി നേതാവും സിനിമയിൽ സൂപ്പർ സ്റ്റാറും കേന്ദ്രമന്ത്രിയും ഒക്കെയായ സുരേഷ് ഗോപിയുടെ നിലപാട്. ആ നിലപാടുകൾ കൃത്യമായുള്ള വ്യക്തി വരുമ്പോൾ മാധ്യമങ്ങൾ തടയുകയെ ആഹാ എന്താ കഥ, അത് നടക്കില്ല. ബി.ജെ.പി അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. സുരേഷ് ഗോപി മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം സിനിമാ താരം എന്നായിരുന്നില്ല ബി.ജെ.പി പറഞ്ഞിരുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു പൊതുപ്രവർത്തകനാണെന്നായിരുന്നു. സുരേഷ് ഗോപി എന്തെങ്കിലും വിവാദങ്ങളിൽ അകപ്പെട്ടാലോ അപ്പ വരും ബി.ജെ.പി നേതാക്കൾ അദ്ദേഹം 80% സിനിമാ താരമാണെന്നും 20% മാത്രമേ പാർട്ടി പ്രവർത്തകനുള്ളൂ എന്നും. സിനിമയിലാണെങ്കിൽ കാക്കിയാണ് വേഷമെങ്കിൽ ഭരത് ചന്ദ്രനായിരിക്കും. നേരത്തെ കളിയാട്ടം എന്ന ജയരാജ് ചിത്രത്തിൽ പെരുവണ്ണാന്റെ വേഷം അവതരിപ്പിച്ച ദേശീയ അവാർഡ് നേടിയിരുന്ന വേളയിൽ തനിക്ക് കാവിൽ തെയ്യം കെട്ടിയാടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആചാരപരമായ കാര്യങ്ങളാണെന്നും അതിന് തടസ്സമുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞെങ്കിലും തനിക്ക് അതിനൊരു അവസരം വേണമെന്ന ആവശ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കാലം മാറിയതോടെ അതിൽ നിന്നും മുക്തനായി. രാഷ്ട്രീയക്കാരനായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. എനിക്ക് വേണമെന്ന് പറഞ്ഞു. 2ാം തവണ തൃശൂരിലെ വോട്ടർമാർ സുരേഷ് ഗോപിക്ക് തൃശൂരങ്ങ് നൽകി. കേരളത്തിൽ നിന്നും വിജയിച്ച് ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞു. ലഭിച്ചതോ കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്നായി സൂപ്പർ താരത്തിന്റെ നിലപാട്. രാഷ്ട്രീയ രംഗത്ത് അത്രയൊന്നും പരിചയമില്ലാത്ത സുരേഷ് ഗോപി അതിലേറെ പ്രതീക്ഷിച്ചു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി സ്ഥാനവും കഴിഞ്ഞുള്ള ഒരു റോളിൽ കാസ്റ്റ് ചെയ്യപ്പെടുമെന്നായിരുന്നു സുരേഷ് ഗോപി പ്രതീക്ഷിച്ചിരുന്നത്. സിനിമയല്ലല്ലോ, അതിനാൽ നായക വേഷത്തിലേക്ക് സുരേഷ് ഗോപി എത്തിയില്ല. അതിന്റെ മാനസിക സംഘർഷത്തിലാണ് സുരേഷ് ഗോപി അത്രേ. പാവം. സിനിമയാണ് എന്റെ പാഷൻ എന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ വലിയ സന്തോഷം എന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം ബി.ജെ.പിയെ ഒന്ന് ഞെട്ടിച്ചു. മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയേ ചെയ്യൂവെന്നും അമിത്ഷായോട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചിരിക്കുകയാണെന്നുമായിരുന്നു ഗോപിയേട്ടന്റെ വെളിപ്പെടുത്തൽ. എല്ലാം അഭിനയം മാത്രമായ താരത്തിന് എന്ത് ജനപ്രതിനിധി, എന്ത് കേന്ദ്ര സഹമന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആകെ വലഞ്ഞ മലയാള സിനിമയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമ്മയിലെ പല ഭാരവാഹികളും ലൈംഗികാരോപണ കേസിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഷോ തൃശൂരിൽ അരങ്ങേറിയത്. പത്രക്കാരുണ്ടാക്കിയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് തോന്നും സുരേഷ് ഗോപിയുടെ പ്രതികരണം കേട്ടാൽ. ബി.ജെ.പിയുടെ നേതാവ് എന്ന നിലയിൽ മുകേഷ് എം.എൽ.എക്കെതിരെയുള്ള ലൈംഗികാരോപണത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെ ഗോപിയേട്ടൻ ആദ്യം ശകാരിച്ചു. 2ാം ഘട്ടത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമ സംഘത്തെ പിടിച്ചു തള്ളി. ഓരോ സമയങ്ങളിൽ എന്ത് ചോദ്യം ചോദിക്കണമെന്ന നിയമം ലംഘിച്ചതിനാണ് ഈ തള്ളൽ. ബി.ജെ.പി നേതാക്കൾ ന്യായീകരണത്തിനായി രംഗത്തുണ്ടെങ്കിലും ബി.ജെ.പിയുടെ നിലപാട് പറയേണ്ടത് സുരേഷ് ഗോപി അല്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് ബി.ജെ.പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. നമുക്കറിഞ്ഞിട്ട് കാര്യമില്ല സാർ. അദ്ദേഹത്തെ അറിയാതെ പോയത് തൃശ്ശൂരിലെ നിഷ്കളങ്കരായ വോട്ടർമാരാണ്. അവരിതൊക്കെ എങ്ങനെ സഹിക്കും സാർ? എന്തായാലും സുരേഷ് ഗോപി മറ്റൊരു പോർമുഖം തീർത്തിരിക്കുകയാണ്. ഇനി മാധ്യമങ്ങൾ ഗോപിയേട്ടന്റെ പിന്നാലെ പോയിക്കോളും. എന്താലേ സഹപ്രവർത്തകരോടുള്ള ആ കരുതൽ! ഈ സ്നേഹം സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ.